കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട് ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനും മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഏലിയാവിനെ പറ്റിയുള്ള കാര്യമാണ്. ഏലിയാവ് വളരെ അത്ഭുതങ്ങൾ ചെയ്ത ഒരു പ്രവാചകനാണ്. 3.5 വർഷക്കാലം മഴ പെയ്യുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ മഴ പെയ്തില്ല. വീണ്ടും യഹോവ ആകാശത്തെ തുറന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ മഴ പെയ്തു. കർമ്മേൽ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നു. ഇങ്ങനെ അവിടെ യഹോവയെ ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവമെന്ന് തെളിയിച്ചു. ഇങ്ങനെ യഹോവയ്ക്ക് വേണ്ടി വലിയ വൻ കാര്യങ്ങൾ ചെയ്ത ഏലിയാവ് ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്ത് ഭയവിഹുലനായി, നിരാശാഭരിതനായി, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിലിരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ട ദൈവപൈതലേ, നമ്മളിൽ പലരും അല്ലെങ്കിൽ ഈ വചനം കേട്ട ആരെങ്കിലും അങ്ങനെ നിരാശാഭരിതരായി അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ട് ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും കേട്ട് നിരാശ പൂണ്ട് ഭയം പൂണ്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ദൈവവചന നിങ്ങളെ ആ ഭയത്തിൽ നിന്ന്, ആ നിരാശയിൽ നിന്ന് കരകയറ്റുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഇസ്രായേലിലെ രാജാവ് ആഹാബിൻ്റെ ഭാര്യ, അവൾ ബാലിനെ സേവിക്കുന്ന വ്യക്തിയായിരുന്നു. അവൾ പറഞ്ഞത്, നീ ഇതുപോലെ തന്നെ ഏലിയാവിൻ്റെ ജീവനെ ഇവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ. അതായത് ഇപ്പോൾ ബാലിൻ്റെ ദേവന്മാരെ പ്രവാചകന്മാരെ കൊന്നതുപോലെ തന്നെ നിന്നെയും കൊല്ലുമെന്ന് ആഹാബിൻ്റെ ഭാര്യ ഈസബേൽ പറഞ്ഞപ്പോൾ ഇത്രയും അത്ഭുതങ്ങൾ തനിയെ നിന്ന് ചെയ്ത ഏലിയാവ് തളർന്നുപോയി. ജീവരക്ഷയ്ക്കായിട്ട് ഓടി മരുഭൂമിയിൽ ചെന്നെങ്കിലും ചൂരച്ചെടിയുടെ ചുവട്ടിലിരുന്ന് യഹോവയായ ദൈവത്തോടെ പറയുകയാണ്, ജീവരക്ഷയ്ക്കായിട്ടാണ് ഓടിയത് എങ്കിലും പറയുകയാണ്, ദൈവമേ, എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തുകൊള്ളണമേ, എനിക്ക് മരിച്ചാൽ മതിയെന്ന്. അങ്ങനെ മരിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഓടാതെ അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ. അങ്ങനെയാണ് നാം നിരാശയിലാവുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഒന്ന്, നാം ചിന്തിക്കുന്നത് വേറൊന്ന്, നാം പറയുന്നത് വേറൊന്ന്, എന്നാൽ പ്രവർത്തിക്കുന്നത് ഇതൊന്നുമല്ലാത്ത ഒരു അന്തരീക്ഷം. കാരണം നമ്മുടെ സാഹചര്യങ്ങൾ എന്തെന്ന് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അവസ്ഥ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആരെന്നും നമ്മൾ എന്തെല്ലാം കഴിഞ്ഞ കാലത്ത് ചെയ്തിട്ടുണ്ടെന്നും നമ്മളെ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്നും നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ള ദൈവമാണെന്നും നമുക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടെന്നൊന്നും ആ സമയം നമ്മൾ ഓർക്കാതെ നമ്മുടെ നിരാശയിൽ മുഴുകിയിരിക്കും. നമ്മളിൽ പലരും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത് അനേക ദൈവദാസന്മാർ ഈ പിശാച് കൊണ്ടുവരുന്ന ഈ നിരാശയിൽ വീണു പോകാറുണ്ട്. ഈ ലോകത്തിൻ്റെ തന്നെ പല അച്ചീവ്മെൻറ്റ്സ് നേടിയ പല ശ്രേഷ്ഠന്മാരും നിരാശയിലും ഭയത്തിലുമൊക്കെ വീണു പോയിട്ടുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതലാണെങ്കിൽ അവനതിനകത്തൊരു പ്രത്യാശയുണ്ട്. ഞാൻ തളർന്ന് വീണു പോകാൻ ദൈവം സമ്മതിക്കയില്ല. എൻ്റെ നിരാശയിൽ എനിക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ താൽക്കാലികമായ നിരാശ മാറ്റി ദൈവം എന്നെ ബലപ്പെടുത്തുമെന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പറയേണ്ടതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നിരാശയിൽ നിന്നെല്ലാം വിടുവിക്കാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. എങ്ങനെയാണ് ദൈവം ഏലീശായെ നിരാശയിൽ നിന്ന് വിടുവിച്ച് തൻ്റെ ശുശ്രൂഷയിലേക്ക് വീണ്ടും അവനെ കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. ഏലീശയെ ബലപ്പെടുത്തുവാൻ ദൈവം ഉപയോഗിച്ച വഴികൾ, ആ രീതികൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ ദൈവം ഇന്നും മതിയായ ദൈവമാണ്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അവൻ എവിടെയാണ് അഭയം പ്രാപിച്ചത്? അവൻ ഓടി വന്ന് ഒരു ചൂരച്ചെടിയുടെ അടിയിൽ അവൻ അഭയം പ്രാപിച്ചു. ബ്രൂം ട്രീ, ജുനിപ്പർ ട്രീസ്,
മരുഭൂമിയിലൊക്കെ ഇങ്ങനത്തെ ഉള്ള ഒരു ഷ്രബാണ് ഈ ചൂരച്ചെടി. അധികം പൊക്കമില്ലാത്ത ഒരു ചെടി, ചൂരച്ചെടി. അതിൻ്റെ കീഴിൽ ഇരുന്നാൽ വലിയതായിട്ടുള്ള ആശ്വാസം, ചൂടിൽ നിന്ന് വിടുതലൊന്നും ലഭിക്കുക, എന്നാൽ ചെറിയൊരാശ്വാസം. അതിൻ്റെ നിഴലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നിഴൽ നിൽക്കുവാനൊന്നും പറ്റത്തില്ല, കാരണം വലിയ പൊക്കമുള്ള ചെടിയൊന്നുമല്ല. അതിൻ്റെ നിഴലിൽ ഒരു പക്ഷേ അവൻ അവിടെ ഇരുന്ന് കാണും. ആ വലിയ ചൂടിൽ നിന്ന് അവന് ഒരു വിശ്രമം ലഭിച്ചു കാണും. അവൻ്റെ ശാരീരിക ക്ഷീണം ഒന്ന് മാറുവാൻ വേണ്ടി അവൻ അവിടെ നിന്ന് ഇരുന്നതായിരിക്കും. എന്നാൽ അവനവിടെ ആശ്വാസത്തിനായിട്ട് അവനവിടെ ഇരുന്നപ്പോൾ യഹോവയുടെ ദൂതൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനെ തട്ടി ഉണർത്തി. അപ്പോൾ എനിക്ക് ഉണർത്തിയിട്ട് അവൻ്റെ ക്ഷീണത്തെ മാറ്റുവാൻ അവന് കനലിന്മേൽ വെച്ച അപ്പവും ഒരു തുരുത്തി വെള്ളവും അവനവിടെ കൊടുക്കുന്നു. അവനന്നേരം അത് കഴിച്ച് അവിടെ ബലം പ്രാപിക്കുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്നൊക്കെ ഏലിയാവ് അവിടെ പറയുമ്പോൾ യഹോവയായ ദൈവം അവിടെ ഒരു എക്സ്പ്ലനേഷൻ അവന് കൊടുക്കുന്നില്ല, ഒരു മറുപടിയും അവനോട് ദൈവം പറയുന്നില്ല. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ്. അവനോട് ഒരു സിമ്പതിയും ദൈവം അവന് കാണിക്കുന്നില്ല, എന്നാൽ അവൻ ദൈവത്തോട് സംഭാഷിക്കുന്നു. ദൈവം അവൻ്റെ ശാരീരികമായ തളർച്ച മാറുവാൻ ദൈവം അവനവിടെ ആഹാരം കൊടുക്കുന്നു. അവനവിടെ ക്ഷീണം മാറുവാൻ അവന് ഉണരുന്നു. ഇതെല്ലാം ദൈവം അവന് കൊടുക്കുന്നു. താൽക്കാലികമായി ദൈവം അവനെ ഒന്ന് ബലപ്പെടുത്തുകയാണ്. അവൻ്റെ നിരാശയുടെ അനുഭവത്തിൽ, അവൻ തളർന്ന അനുഭവത്തിലായിരിക്കുമ്പോൾ താൽക്കാലികമായി അവനോട് പറയുന്നുണ്ട്, നിനക്ക് ബഹുദൂരം സഞ്ചരിക്കുവാനുണ്ട്, അതുകൊണ്ട് നീ ഇത് ഭക്ഷിക്കണമെന്ന് അവനോട് പറഞ്ഞു. അവനത് എടുത്ത് ഭക്ഷിച്ചതായിട്ട് നമുക്കവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നിരാശയിലൊക്കെ ആവുമ്പോൾ ഏലിയാവിനെ ഒരു ചൂരച്ചെടിയിലെ കീഴിലിരുത്തി അവനെ ബലപ്പെടുത്തിയ ദൈവം നമ്മുടെ നിരാശയുടെ മധ്യത്തിലും വഴിയിലും നമ്മളെ ബലപ്പെടുത്തുവാൻ ഓരോ ചൂരച്ചെടികളെ ദൈവം ഒരുക്കും. ആ ചൂരച്ചെടി എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ഫ്രണ്ട്സായിരിക്കാം, വിശ്വസ്തരായ കൂട്ടുകാരായിരിക്കാം. ആ വിശ്വസ്തരായ കൂട്ടുകാരോടെ നമ്മുടെ വേദന നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇറക്കി വെക്കാം. നമ്മൾ കേൾക്കുന്ന നിന്ദകൾ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകൾ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ആ പ്രയാസമേറിയ വേളകൾ, അല്ലെങ്കിൽ നമ്മൾ സാധിക്കുമെന്ന്, നമ്മൾ എല്ലാം നടക്കുമെന്ന് വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങൾ, നമ്മുടെ ഹൃദയവേദന നമ്മുടെ വിശ്വസ്തരായ കൂട്ടുകാരോട് പറയുവാൻ തക്കവണ്ണം ചിലപ്പോൾ ദൈവം ചില ചൂരച്ചെടികളെ നമുക്ക് വേണ്ടി ഒരുക്കും. ഏലിയാവിനിവിടെ താൽക്കാലികമായ ആശ്വാസമാണ് ലഭിച്ചത്. എന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുവാനുള്ള ഒരു ഊർജ്ജം, ഒരു ശക്തി കൂടി ആഹാരം കഴിച്ചതിൽ കൂടി കൊടുത്തതിൽ കൂടി അവന് ലഭിച്ചു. അതുപോലെ നമുക്ക് താൽക്കാലികമായൊരാശ്വാസം, പൂർണ്ണമായൊരു വിടുതലും, നമ്മുടെ നിരാശ പൂർണ്ണമായി ഒരു പക്ഷേ പോകത്തില്ലായിരിക്കാം. നമ്മുടെ സങ്കടങ്ങൾ കൂട്ടുകാരോട് ഇറക്കി വെക്കുമ്പോൾ നമുക്കൊരു ബലവും ഒരു ശക്തിയും ഒരാശ്വാസവും ഒക്കെ ലഭിച്ചിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് മാറി, നമ്മുടെ അന്നേരത്തെ നിരാശാഭരിതമായ അവസ്ഥകളൊക്കെ ഒന്ന് മാറി നമുക്കൊരാശ്വാസമൊക്കെ ലഭിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയും. അങ്ങനെ താൽക്കാലികമായ ആശ്വാസം, റിലീഫ് ദൈവം ഈ സന്ദർഭങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും തന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മുടെ ജോസഫിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പോൾ ജോസഫ് അനേകം കഷ്ടങ്ങളിൽ കൂടി നിരാശയിൽ കൂടിയൊക്കെ കടന്നുപോയ മനുഷ്യനാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ ആ നിരാശയിൽ കൂടിയൊക്കെ കടന്നു പോയപ്പോൾ ജോസഫ് അതിനകത്തൊന്നും തളർന്നു പോയില്ല. ഏലിയാവ് തളർന്നു പോയി, എന്നാൽ ജോസഫ് തളർന്നു പോയില്ല. അതുപോലെ നമ്മൾ ദാവീദിനെ പറ്റി നോക്കുമ്പോൾ ദാവീദ് തളരുന്ന അവസ്ഥയിലേക്ക് വന്നാലും ദാവീദ് ഉടനെ ദൈവമുഖത്തേക്ക് നോക്കി ബലപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ ജോസഫ് കടന്നുപോയി പ്രയാസത്തെ, പ്രത്യേകിച്ച് തന്നെ സഹോദരന്മാർ തന്നെ മിസ്രൈമിയെ ഒരാൾക്ക് വിറ്റപ്പോൾ അവിടെ എഴുതിയേക്കുന്നത് ഉൽപ്പത്തി പുസ്തകം നമുക്ക് 39-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാൻ കഴിയും. യഹോവ ജോസഫിനോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മിസ്രൈമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്ത് യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ യജമാനൻ കണ്ടു. അതുകൊണ്ട് ജോസഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കണ്ടോ, ഈ ജോസഫിൻ്റെ താൽക്കാലികമായൊരു ആശ്വാസം ലഭിക്കുന്ന ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഏലിയാവിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ചൂരച്ചെടിയിൽ അവന് താൽക്കാലികമായൊരു ആശ്വാസം അവനവിടെ കൊടുക്കുന്നത്.
നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ നിരാശയിൽ കൂടി കടന്നു പോകണം. നമ്മൾ വിചാരിക്കും ദൈവം നമ്മളെ കൈവിട്ടു, ദൈവം കാണുന്നില്ല എന്നൊക്കെ വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. ദൈവവചനം പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഏലിയാവിനോട് കൂടെ ദൈവം അന്നേരം മരുഭൂമിയിലുണ്ടായിരുന്നു. ഇവിടെ ജോസഫിനോട് കൂടെ ദൈവം, അവൻ അടിമയായി കൊണ്ടുപോയതാണ്. എന്നാൽ ജോസഫിനോട് കൂടെ ദൈവം ഇരുന്നത് കൊണ്ട് എന്ത് യജമാനന് മനസ്സിലായി, ജോസഫിനോട് കൂടെ ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കി ജോസഫിനെ അവിടുത്തെ ഗ്രഹവിചാരകനാക്കി അവന് അധികാരം കൊടുത്തു എന്ന് നമ്മൾ വായിച്ചു. എന്നാൽ ജോസഫിന് വീണ്ടും കാരാഗൃഹത്തിൽ കിടക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു: എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി ജോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന്. അപ്പോൾ കാരാഗൃഹത്തിലായിരുന്നപ്പോഴും, കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലായിരുന്നപ്പോഴും ജോസഫിൻ്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നു. അവനൊരു താൽക്കാലികമായ ഒരു ആശ്വാസം അവിടെ കൊടുക്കുന്നു. എല്ലാ ബദ്ധന്മാരെയും അവൻ്റെ പക്കൽ ഏൽപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയും, അവിടെ കിടന്നവർ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ജോസഫ് അവർക്ക് കൊടുത്ത് അത് ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ജോസഫിൻ്റെ ആ പ്രശ്നങ്ങളൊന്നും അവിടെ മാറുന്നില്ല. എന്നാൽ താൽക്കാലികമായൊരു ആശ്വാസം ഇതിൽ കൂടിയെല്ലാം ജോസഫിന് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നാം തളർന്നു പോകുന്ന തളർന്നു പോകുന്നൊക്കെ തോന്നുമ്പോൾ തളർന്നു പോകാതെ വണ്ണം നമ്മളെ ഇടയ്ക്ക് ആശ്വസിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെ ചില ചൂരച്ചെടികളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും, നമ്മൾ തളർന്നു പോകാതെ നമ്മൾ ആശ്വസിക്കുവാൻ വേണ്ടി. ഇവിടെ ഏലിയാവ് അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ പുസ്തകത്തിൽ ഏലിയാവിൻ്റെ കാര്യം, നമ്മൾ ചൂരച്ചെടിയുടെ നമുക്കിവിടെ ഏലിയാവിനെ പറ്റി വീണ്ടും കാണുവാൻ കഴിയുന്നത്, ചൂരച്ചെടിയുടെ തണലിലായിരിക്കുമ്പോൾ ദൂതനവന് ഭക്ഷണം കഴിക്കുവാൻ കൊടുത്തു. ആ ഭക്ഷണത്തിൻ്റെ ശക്തി കൊണ്ട് 40 പകലും 40 രാത്രിയും യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് പർവ്വതത്തിലെത്തി. ഹോരേബ് പർവ്വതത്തിലെത്തിയിട്ട് ഏലിയാവ് അതിൻ്റെ അകത്തൊരു ഗുഹയിൽ പാർത്തു. ഒരു ഗുഹയിൽ പാർക്കുന്നു. അവിടെ യഹോവയായ ദൈവം അവിടെ ചെന്നിട്ട് ദൂതൻ ചോദിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ അവിടെ ചോദിക്കുന്നു, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ യഹോവയെ ദൈവം ചോദിക്കുക, ഏലിയാവേ, ഈ ഗുഹയ്ക്കകത്ത് താമസിക്കാൻ നിനക്ക് എന്താണ് കാര്യം, എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ അവനോട് സംസാരിക്കുന്ന യഹോവയാണ് അവനവിടെ കാണുന്നത്. മറ്റേ ചൂരച്ചെടിയുടെ നടുവിൽ അവനൊന്നും പറയുവാൻ, അല്ലെങ്കിൽ അവന് ദൈവത്തിൽ നിന്ന് യാതൊരു അരുളപ്പാടും അവിടെ ഉണ്ടായില്ല. എന്നാൽ ഇവിടെ അവൻ്റെ സങ്കടമെല്ലാം ദൈവം അവനവിടെ ഇറക്കി വെക്കുകയാണ്. യഹോവയായ ദൈവത്തിന് മുമ്പിൽ അവൻ ഇറക്കി വെക്കുന്നു. ആ 19-ാം അധ്യായത്തിൻ്റെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ 11-ാം വാക്യത്തിൽ കിടക്കുന്നു, യഹോവയായ ദൈവം അവനോട് പറയുന്നു, നീ പുറത്തു വന്നേ പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ഗുഹയ്ക്കകത്തിരുന്നു കൊണ്ട് അവൻ്റെ പരാതികൾ പറയുകയാണ്. അന്നപ്പോൾ യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, നീ ഗുഹയിൽ നിന്ന് ഇറങ്ങി നീ പുറത്ത് വന്ന് വരുവാൻ പറയുന്നു. അവൻ ഗുഹയിൽ നിന്ന് ഇറങ്ങി അവൻ യഹോവയുടെ മുൻപാകെ അവിടെ നിന്നു. ദൈവം അവനോട് സംസാരിക്കുകയാണ്. ദൈവം അവൻ്റെ ആവലാദികളും വേദനകളെല്ലാം കേൾക്കുകയാണ്. എന്നിട്ട് ദൈവം അവനോട് മൃദു സ്വരത്തിൽ അവനോട് സംസാരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നാമും പലപ്പോഴും ഗുഹയുടെ അനുഭവം എന്ന് പറയുന്ന ആരും കാണാതെ ഒളിച്ചിരിക്കുന്ന അനുഭവം, ഏകാന്തതയുടെ അനുഭവം. കാരണം ഒരു നിരാശയിലോ ഒരു വിഷാദത്തിലോ ഒരു ഭയത്തിലോ ആയിരിക്കുന്ന വ്യക്തി ഒരുപക്ഷെ മറ്റുള്ളവരോട് മുമ്പിൽ വെളിപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുകയില്ല. അവന് പേടിയാണ്. കാരണം എന്താ ആരെങ്കിലും എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചു പോയാലോ? ഒരുപക്ഷെ അവർക്ക് ഇതെന്തോ ആ വിഷയമെന്ന് പോലും അറിയത്തില്ലായിരിക്കാം. ഇവൻ നിരാശയിലാണോ എന്ന് പോലും അറിയത്തില്ല. എന്നാൽ സ്വയം അങ്ങനെ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ പഠിക്കും. അതുകൊണ്ട് ഏകാന്തത ഇഷ്ടപ്പെടും. നിരാശയിലും ഭയത്തിലും ആയിരിക്കുന്ന വ്യക്തികൾ ഏകാന്തത ഇഷ്ടപ്പെടും. കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ അവർക്ക് മടിയാണ്. ഗുഹയുടെ അനുഭവം എന്ന് പറയുന്ന ഈ അനുഭവമാണ്. ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുമ്പോഴും പറ്റിയും ഗുഹയുടെ അനുഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ
ദാവീദിനെ പറ്റി നോക്കുമ്പോൾ ശത്രുക്കളെ ഭയന്ന് ദാവീദും ഗുഹകളിൽ അഭയം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് ഭയപ്പെട്ട് ഗുഹകളിൽ അഭയം പ്രാപിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഏലിയാവ് ഗുഹയിൽ അഭയം പ്രാപിച്ചു. ദൈവം പറയുന്നു, നീ എൻ്റെ ഗുഹയിൽ നിന്ന് ഇറങ്ങി നീ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഏലിയാവ് വിചാരിച്ചു, തൻ്റെ ന്യായപ്രമാണമൊക്കെ നോക്കുമ്പോൾ യഹോവ വെളിപ്പെടുമ്പോൾ അവിടെ തീ കത്തുന്നതായിട്ട് കാണുവാനുണ്ട്, അവിടെ കൊടുങ്കാറ്റടിക്കുന്നതായിട്ട് കാണുവാനുണ്ട്, ഭൂമി കുലുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവൻ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് യഹോവയുടെ മുമ്പാകെ പർവ്വതത്തിന് മുമ്പിൽ അവൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയായ ദൈവം അവൻ്റെ മൃദുസ്വരത്തിൽ സംസാരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു 19-ാം അധ്യായത്തിലെ 31-ാം വാക്യത്തിൽ, ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു, ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം എന്ന് അവൻ വിചാരിച്ചു. ദൈവം അവനോട് ഇതിൽ കൂടി വലിയ ശബ്ദത്തിലായിരിക്കും സംസാരിക്കുന്നതെന്ന്. എന്നാൽ മൃദുസ്വരമായിരുന്നു അവൻ കേട്ടത്. എന്തായിരുന്നു അവൻ്റെ അവസ്ഥ? നമ്മുടെ അവസ്ഥകൾ അനുസരിച്ചാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. നമ്മുടെ അവസ്ഥകൾ എങ്ങനെ, അവൻ തളർന്നിരിക്കുന്ന അവസരത്തിൽ ഒരു മൃദുസ്വരത്തിൽ കേൾക്കുന്ന ശബ്ദമാണ് അവൻ, മൃദുസ്വരത്തിലുള്ള ശബ്ദമാണ് അവൻ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട്, നമ്മൾ ഗുഹയുടെ ചില സന്ദർഭങ്ങൾ ദൈവം നമ്മളെ തനിയെ ആക്കും. എന്തിനു വേണ്ടി? നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി, പേഴ്സണലായിട്ട്, ഇൻറ്റിമേറ്റായിട്ട് നമ്മളോട് മാത്രം സംസാരിക്കുവാൻ വേണ്ടി. ഇതുവരെ വളരെ ബിസിയായിട്ട് നടന്ന ഏലിയാവിന് ഒരു പക്ഷേ ദൈവം മുമ്പായും തനിയെ ഇരിക്കാൻ സമയം കിട്ടിയില്ലായിരിക്കാം. നാമും നമ്മുടെ പ്രവൃത്തികൾ ചെയ്ത് ദൈവം മുമ്പാകെ ഇരിക്കാൻ സമയം കിട്ടിയില്ല എങ്കിൽ ചിലപ്പോൾ നമ്മെ ഇങ്ങനെ ഏകാന്തതയിലൊക്കെ ദൈവം ഇരുത്തും. അപ്പോൾ എന്തിനാണ് അങ്ങനെ നിരാശയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക? എന്തിനാണ് നമ്മളോട് മാത്രം ഒന്ന് സംസാരിക്കുവാൻ, ആ മൃദുസ്വരം ഒന്ന് കേൾപ്പിക്കുവാൻ? ഈ മൃദുസ്വരം ആരെ കേൾപ്പിച്ചു? ഏലിയാവിനെ ദൈവം അവിടെ കേൾപ്പിക്കുന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമാണ്? ഇങ്ങനെ നീ തനിയെ ഗുഹയിലൊന്നും പാർക്കേണ്ട മനുഷ്യനല്ല, നീ ഇങ്ങനെ നിരാശയിൽ കഴിയേണ്ട മനുഷ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏലിയാവിന് 3 ശുശ്രൂഷകൾ ദൈവത്തോടെ ഏൽപ്പി. താൻ ഈ കഴിഞ്ഞ നാളുകൾ ചെയ്തതിലും അപ്പുറമായ 3 ശുശ്രൂഷകൾ ദൈവം അവിടെ ഏലിയാവിനെ ഏൽപ്പിക്കുന്നു. ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഏലിയാവിന് ഏതാണ്ട് 1000 മൈല് അവൻ സഞ്ചരിച്ചാണ് ഇപ്പോൾ ഹോരേബ് പർവ്വതത്തിലെത്തിയിരിക്കുന്നത്. അവന് തിരിച്ച് ഇസ്രയേലിലേക്ക് തന്നെ നടന്നു പോകേണ്ടതായിട്ട് വന്നു. അവനെ ദൈവം വലിയ കാര്യങ്ങൾ അവനെ ഭരമേൽപ്പിച്ചു. അവനെ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക്, ഗുഹയുടെ അവസ്ഥയിലേക്ക്, ചൂരച്ചെടിയുടെ അവസ്ഥയിലേക്ക് ഒക്കെ ദൈവം കൊണ്ടുവന്നെങ്കിൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹോശേയ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ഉം 15-ഉം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. ഇസ്രായേലിനെ പറ്റി പറയും. ഇസ്രായേൽ തെറ്റ് ചെയ്തപ്പോൾ അവരെ പറ്റി പറഞ്ഞൊരു കാര്യമാണ്. അവരെ വശീകരിച്ച് മരുഭൂമിയുടെ അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് അവന് ഹൃദ്യമായി സംസാരിക്കുമെന്ന്. ഇവിടെ മൃദുസ്വരത്തിൽ ഏലിയാവിനോട് സംസാരിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് ഹൃദ്യമായി, അത് വേറൊരു, അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തോടെ സംസാരിക്കുമെന്ന്. പേഴ്സണൽ, നമ്മളോട് മാത്രം, നമ്മുടെ ഹൃദയത്തിൽ കൊള്ളത്തക്ക വിധത്തിൽ, നമ്മുടെ ഹൃദയത്തിന് ചലനമുണ്ടാക്കുന്ന വിധത്തിൽ, നമ്മുടെ ഹൃദയത്തിന് വേദന മാറുന്ന വിധത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, ഞാൻ അവന് മുന്തിരിത്തോട്ടങ്ങളെയും ആഖോർ താഴ്വര എന്ന് പറയുന്നത് കഷ്ടങ്ങളുടെ താഴ്വര, എന്നാൽ ആഖോർ താഴ്വര പ്രത്യാശയുടെ താഴ്വരയായ ആഖോർ താഴ്വരയും. മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾ അവിടെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില ഗുഹയുടെ അവസ്ഥകൾ, ഏകാന്തതയുടെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ തളർന്നു പോകാതെ, വീണു പോകാതെ നമ്മളെ ദൈവം ആശ്വസിപ്പിക്കും. ഈ ഗുഹയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു സ്പിരിച്വൽ റിന്യൂവൽ ഒരു പക്ഷേ നമുക്ക് ലഭിക്കും. നമ്മൾ ആത്മീകമായി നമ്മളെ ബലപ്പെടുത്തുകയും ദൈവം നമ്മളെ
ശക്തീകരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ വേദനയിലായിരിക്കുമ്പോൾ, നമ്മൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ, നിരാശയിലായിരിക്കുമ്പോൾ അതൊന്നും നമ്മുടെ അവസാനമല്ല എന്ന് ഓർക്കണം. നമ്മുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി അതാത് സമയം വേണ്ടുന്നത് തന്നെ. ചൂരച്ചെടിയുടെ അവസ്ഥയിൽ ഏലിയാവിനെ താൽക്കാലികമായ യഹോവയായ ദൈവം ബലപ്പെടുത്തിയതോടെ നമ്മുടെ അവസ്ഥ എന്തെന്നറിഞ്ഞ്, നമ്മുടെ സാഹചര്യം എന്തെന്നറിഞ്ഞ് അതിനനുസരിച്ച് നമ്മളെ ആ നിരാശയിൽ നമ്മളെ ബലപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് നോക്കുമ്പോൾ ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവചനെ, നിങ്ങളൊരു വശം നിരാശയുടെ അനുഭവത്തിലായിരിക്കും, എന്നാൽ നമുക്ക് പ്രത്യാശ നൽകുന്ന ദൈവം, ഏലിയാവിനെ നിരാശയിൽ നിന്ന് വിടുവിച്ച ദൈവം നമ്മളെയും വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. എങ്ങനെയാണ് ഈ നിരാശയിലും ഭയത്തിലൊക്കെ നാം ആയിരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ യഹോവയിൽ ധൈര്യപ്പെടുന്നവരായി തീരണം. നാം ദൈവത്തെ അന്വേഷിക്കുകയും ദൈവവൈതലും ആണെങ്കിൽ നാം ദൈവത്തിൽ, സർവശക്തനായ ദൈവത്തിൽ നമ്മൾ ധൈര്യപ്പെടുന്നവരായിരിക്കണം. ദാവീദിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഒന്ന് സമൂവേലിൻ്റെ പുസ്തകം 1 സാമുവേൽ 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ അവിടെ എഴുതി, ദാവീദിനെ ശത്രുക്കൾ വന്ന് കൊള്ളയടിച്ചു. ദാവീദിൻ്റെ കുടുംബത്തെ എല്ലാം അവർ കൊള്ളയായി ശത്രുക്കൾ കൊണ്ടുപോയി. അവർ താമസിച്ച സ്ഥലമൊക്കെ അവർ തീയിട്ട് നശിപ്പിച്ചു. ദാവീദ് തീറ്റിപ്പോറ്റിയ ഏകദേശം 400 പേരെ അവർ ദാവീദിനെ എറിയുവാൻ കല്ലുകൾ എടുത്തു. അപ്പോൾ ദാവീദ് അവിടെ എന്ത് ചെയ്തു? ദാവീദ് തൻ്റെ ബലം ഷെയ്ക്ക് പോലും ഉറക്കെ കരഞ്ഞു. എന്നാൽ അവിടെ എഴുതി, അവൻ യഹോവയായ ദൈവത്തിൽ ധൈര്യപ്പെട്ടു എന്ന്. യഹോവയായ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. കാരണം യഹോവയായ ദൈവം ആരെന്ന് ദാവീദിന് അറിയാമായിരുന്നു. നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം ആരാണ്? കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് എന്തു തന്നെ ഭൂമി മാറിപ്പോയാലും, സമുദ്രങ്ങൾ കുലുങ്ങി, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യം വീണാലും നമ്മളെ ബലപ്പെടുത്തുന്ന ആ ആഴങ്ങളിൽ, ആ വേദനകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ ദൈവം മതിയായതാണ് എന്നുള്ള സത്യം നമ്മൾ ഓർത്ത് ആ ദൈവത്തിൽ നമ്മൾ ധൈര്യപ്പെടണം. അതുകൊണ്ടാണ് കോരഹപുത്രന്മാർ എഴുതിയിട്ടുണ്ട്. 42-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ എഴുതിയിട്ട്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ദൈവത്തിൽ പ്രത്യാശ, ആത്മാവിന് നമ്മളോട് തന്നെ ഒന്ന് ബലപ്പെടുക്കുക. എന്തിനാണ് നീ ഇങ്ങനെ ദുഃഖിക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടും? നമുക്ക് എൻ്റെ ദൈവം എന്നെ വഴി നടത്തും. ഈ ദുഃഖത്തിൽ നിന്ന് ഞാൻ കരകയറും, ഹല്ലേലൂയ എന്ന് നാം നമ്മുടെ ആത്മാവിനോട് തന്നെ പറഞ്ഞ് നാം ബലപ്പെടുന്നവരായിത്തീരണം. ദാവീദ് അങ്ങനെ ആയിരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദാവീദ് ദൈവത്തിൻ്റെ ക്യാരക്ടറിനെ തന്നെ, ദൈവത്തെ പറ്റിയുള്ള കൺസെപ്റ്റ് തന്നെ ദാവീദ് മാറി, ദാവീദും പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. 13-ാം സങ്കീർത്തനത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ ദാവീദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? സാധാരണ നിരാശയിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയും പറയുന്ന ഒരു കാര്യമാണ്. എത്ര ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവവേല ചെയ്തവനാണെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം വെറും ജഡമാണ്, വെറും മനുഷ്യരാണ്. നാം നിരാശയിലേക്ക് വീണു പോകും. ഇപ്പോൾ ദാവീദ് പറയും, എത്രത്തോളം കർത്താവേ നിൻ്റെ മുഖം എനിക്ക് മറച്ചിരിക്കുകയാണോ? നീ എന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയാണോ? ശത്രു എൻ്റെ മേൽ ജയം കൊള്ളുന്നത് നീ കാണുന്നില്ലേ? നമ്മളും ചോദിക്കും, കർത്താവേ നീ എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് നിന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് നീ ഇപ്പോൾ അകന്നിരിക്കുന്നത്? എനിക്ക് പ്രയാസം വന്നപ്പോൾ എനിക്കൊരു ദൈവം എന്നെ സഹായിക്കാൻ ആരുമില്ല. ശത്രുക്കൾ എന്നെ നോക്കി പരിഹസിക്കുന്നു, അവർ നിന്ദിക്കുന്നു, മറ്റുള്ളവർ എന്തോ വിചാരിക്കും. ഇന്നെല്ലാം ദൈവത്തോടെ നമ്മൾ പരാതി പറയും. നമ്മളങ്ങനെ പരാതി പറയുമ്പോൾ ദൈവം നമ്മളോട് കോപിക്കുമോ? ഒരിക്കലുമില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ ദൈവസ്ഥാനത്തിൽ പകരുകയാണ്. അപ്പോൾ ദൈവം ഒരിക്കലും കോപിക്കുകയില്ല. അത് കേൾക്കുവാൻ ദൈവം നോക്കി കാത്തിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം ദൈവത്തോട് പകരണം, ദൈവത്തോടെ നമ്മൾ സംഭാഷിക്കണം. എന്നാൽ ദാവീദ് അങ്ങനെ പരാതിയും സങ്കടവും പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്ത്. ദാവീദ് എന്തുകൊണ്ട് 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കുമെന്ന്. ഞാനോ നിൻ്റെ അവനറിയാം ദൈവം കരുണയുള്ളവനാണ്.
ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ആർക്കണം? നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെ നിരാശയിൽ നിന്ന്, നമ്മുടെ ഭയത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ദാവീദ് ദൈവത്തിൻ്റെ കരുണയിൽ, പലപ്പോഴും ദൈവത്തിൻ്റെ കരുണയിൽ ദാവീദ് ആശ്രയിച്ച് വിടുതൽ പ്രാപിക്കുന്നുണ്ട്. നമുക്കും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തിൽ ധൈര്യപ്പെട്ട് ആ സമയങ്ങൾ വിടുതൽ പ്രാപിക്കാൻ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കണം. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെ നമ്മൾ വാസ്തവമായി ശരിയായി വിശ്വസ്തരായി നമ്മൾ ഫോളോ ചെയ്യുന്ന സമയങ്ങൾ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറി വരും. സാഹചര്യങ്ങളൊക്കെ മാറി വരും. എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മൾ വിചാരിക്കാത്ത, പ്രതീക്ഷിക്കാത്ത അവസ്ഥകളിൽ കൂടി, സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നാം എന്ത് ചെയ്യണം? യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. ഇവിടെ പറയുന്നത്, തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിൽ ചാരിക്കൊള്ളട്ടെ. ഒന്നും കിട്ടുന്നില്ല, ഒരു ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നില്ല. അന്ധകാരത്തിലാണ് ഇരിക്കുന്നത്. അന്ധകാരം എന്ന് പറയുമ്പോൾ പാപം കൊണ്ടുണ്ടായ അന്ധകാരമല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അന്ധകാരമല്ല. ചില അവ്യക്തതകൾ, അൺസർട്ടനിറ്റി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ളൊരു അവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നാം എന്ത് ചെയ്യണം? നാം മുന്നോട്ട് തന്നെ പോകണം. കഴിഞ്ഞ കാലങ്ങൾ നമുക്ക് ലഭിച്ച ആത്മീക വെളിച്ചമനുസരിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. മുന്നോട്ട് നിൽക്കാതെ, കഴിഞ്ഞ കാലങ്ങൾ എന്തെല്ലാം ആത്മീക വെളിച്ചങ്ങൾ, ആത്മീക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് നമ്മൾ പോവുകയാണ് വേണ്ടത്. നമ്മൾ അവിടെ നിൽക്കുകയല്ല വേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ നിരാശയിൽ നിന്ന് കരകയറുവാൻ നാം ദൈവത്തിൻ്റെ വചനം നാം ധ്യാനിക്കുന്നവരായിത്തീരണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നവരായിത്തീരണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉപദേശിച്ച് നമ്മളെ വഴി നടത്തും. ദൈവത്തിൻ്റെ വചനം അത് തികവുള്ളത്. 19-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം തികവുള്ളതാണ്, അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. നമ്മുടെ പ്രാണനെ, നമ്മുടെ വേദനിച്ചിരിക്കുന്ന നമ്മുടെ പ്രാണന് അത് ആശ്വാസം തരും, അത് നമുക്ക് തണുപ്പിക്കുന്നതാണെന്ന്. നമ്മൾ വേദനയിലും വിഷാദത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്ന മനസ്സിന് അതൊരു തണുപ്പ് കൊടുക്കുമെന്ന് ദൈവവചനത്തിൽ പറയുന്നു. പിന്നെ നമ്മൾ ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വെളിച്ചം ആവശ്യമാണ്. നമ്മൾ വെളിച്ചത്തിൽ ഇരുട്ടിൽ സഞ്ചരിക്കുമ്പോൾ വഴി കാണുവാൻ നമുക്ക് വെളിച്ചം വേണ്ടിയതുപോലെ തന്നെ ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തരും. നമ്മൾ നിരാശയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നവരായിത്തീരും. അത് നമുക്ക് വെളിച്ചവും പ്രകാശവും തരുന്നതായിത്തീരും. 119-ാം സങ്കീർത്തനം 105-ാം വാക്യത്തിൽ അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് കാണുവാൻ കഴിയും, നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് വിവേകം ഉപദേശിച്ച് തരുവാൻ ദൈവത്തിൻ്റെ വചനം മതിയായതാണ്. 119-ാം സങ്കീർത്തനത്തിൻ്റെ 130-ാം വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു: നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു. നിരാശാ വേളകളിൽ നമ്മൾ തളർന്നു പോകാതെ ബുദ്ധിയോടെ വിവേകത്തോടെ പ്രവർത്തിപ്പാൻ ദൈവവചനം നമ്മളെ ഉപദേശിക്കും. ദൈവവചനം ധ്യാനിക്കുന്നവരായിത്തീരുക. അതുതന്നെയല്ല, നമ്മുടെ നിരാശാ വേളകളിൽ നമ്മളെ നിന്ദിക്കുന്നവരെ, നമ്മളെ പരിഹസിക്കുന്നവരെ, നമ്മളെ ഒറ്റപ്പെടുത്തുന്നവരോടൊക്കെ നമ്മുടെ മറുപടി വിവേകത്തോടെ പറയുവാൻ തക്കവണ്ണം ദൈവവചനം സഹായിക്കുമെന്ന് 119-ാം സങ്കീർത്തനത്തിൻ്റെ 42-ാം വാക്യത്തിൽ പറയുന്നു. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകുമെന്ന്. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുന്നവരായിത്തീരണം. ആ വചനം നമ്മളെ ബലത്തോടും ഉറപ്പോടും തളർന്നു പോകാതെ നമ്മളെ നിർത്തും. അടുത്തതായിട്ട് ഈ ചൂരച്ചെടിയിൽ ഏലിയാവ് അതിൻ്റെ കീഴിൽ തണലിൽ ഇരുന്ന് ആശ്വാസം പ്രാപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും
ചില ചൂരച്ചെടികൾ, ചില വിശ്വസ്തരായ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് നമ്മുടെ സങ്കടം പങ്കിടാം, അവരോട് നമ്മുടെ വേദനകൾ പങ്കിടാം. നമുക്കുണ്ടായ നിന്ദകളെ, നമുക്കുണ്ടായ പരിഹാസങ്ങളെല്ലാം അവരുടെ മുമ്പിൽ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇല്ല എങ്കിലും താൽക്കാലികമായ ഒരാശ്വാസവും വിടുതലുമൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ഈ നിരാശയിൽ കൂടിയ, വിഷാദത്തിൽ കൂടിയ, ഭയത്തിൽ കൂടിയ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഏലിയാവിനെ ബലപ്പെടുത്തി, അവനെ ബലപ്പെടുത്തി തളർന്ന അവസ്ഥയിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ച ദൈവം, പ്രിയപ്പെട്ടവരെ, നമ്മളെ എഴുന്നേൽപ്പിക്കാൻ മതിയായ ദൈവമാണ്. മീഖായുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ ഇങ്ങനെയുണ്ട്: ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചനം എത്രയോ ശരിയായിട്ടുള്ള, അർത്ഥവത്തായിട്ടുള്ള നിരാശ വേളകളിൽ നമ്മൾ പറയേണ്ടുന്ന ഒരു ദൈവവചനമാണ്. അവിടെ പറഞ്ഞ് ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഞാൻ യഹോവയിലേക്ക് നോക്കി ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, മറുപടി കിട്ടുവാനായിട്ട് ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരും. ദാവീദ് പറഞ്ഞു അവൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുമെന്ന്. ഇവിടെ പറയുന്നു അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ശത്രു ആയവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ വീണുപോയി, ഞാൻ തളർന്നു, ശരിയാ, പക്ഷേ ഈ തളർച്ചയിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കും. കാരണം ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത് ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. ഞാൻ ഇരുട്ടത്തായിരിക്കും. അവ്യക്തതയുടെ ലോകത്താണ്, എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തതിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും യഹോവ എനിക്ക് വെളിച്ചമായതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഈ ഒരു ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിന്മേൽ വരുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം. ഏലിയാവിനെ തളർച്ചയിൽ നിന്ന്, തളർന്ന അനുഭവത്തിൽ നിന്ന്, നിരാശ നിന്ന് വിടുവിച്ച ദൈവം, യോസഫ് തളർന്നു പോകാതെ വണ്ണം കാത്തു സൂക്ഷിച്ചവനായ ദൈവം, ദാവീദിനെ വിടുവിച്ചവനായ ദൈവം, ദൈവഭക്തന്മാർ തളർന്നു പോകുമ്പോൾ അവരെ വിടുവിച്ചവനായ ദൈവം, ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ആ ദൈവം നമ്മളെ വിടുവിക്കുകയും നിരാശയിൽ നമ്മളെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹാലേലുയ. കർത്താവേ, സ്തോത്രം. അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവേ, ഹാലേലുയ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കുക. നിരാശയുടെ പടുക്കുഴിയിൽ ഞങ്ങൾ വീണു പോകുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവമേ, അവിടെ നിന്നെല്ലാം എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ് ഞങ്ങൾക്കുള്ളതെന്ന് കേട്ടല്ലോ കർത്താവേ. നിങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ കർത്താവേ, ഈ വചനം കേട്ട് ആരെങ്കിലും അങ്ങനെ നിരാശയിലോ ഭയത്തിലോ വിഷമത്തിലോ ഉണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, ഈ വചനം അവർക്കൊരാശ്വാസകരമായി തീർന്ന് കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. അന്ധകാരത്തിലാണെങ്കിൽ യഹോവ വെളിച്ചമായി കൂടെയുണ്ട്. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും യഹോവ കൂടെയുണ്ട് എന്ന്, കർത്താവ് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.